ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നും പതിവ് പോലെ രാവിലെ എണീറ്റ് കുളിച്ചു വിളക്ക് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് കുറച്ച് കൂടുതൽ പൂക്കൾ കിട്ടി. എല്ലാം പറിച്ചിട്ടില്ല, കുറച്ച് വൈകുന്നേരത്തേക്ക് ഇരുന്നോട്ടേന്ന് വിട്ടു. ഇതാണ് നമ്മുടെ നാട്ടിലെ പാരിജാതം. ഇന്ന് എനിക്കിത് 4 എണ്ണം കിട്ടി. നല്ല മണമാണ് കേട്ടോ. അങ്ങനെ ഇവർക്കെല്ലാവർക്കും പൂ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇത്രയും കഴിഞ്ഞാലേ എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ഇതും ഒരു അഡിക്ഷനാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഈ പിള്ളേരെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ സമയത്തിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദേഷ്യം, ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും കേട്ടോ. സോ ഇതൊരു അഡിക്ഷൻ തന്നെ എന്ന് പറയാം. പൂ എടുക്കാൻ വന്നപ്പോഴാണ് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന പപ്പായയെ ശ്രദ്ധിച്ചത്. പിന്നെ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഏണി കുറച്ച് ചെറുതായി പോയി, എങ്കിലും സാധിച്ചു. ഇവൻ കാണും പോലെ അല്ല കേട്ടോ, 2.7 kg ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആണ്. പിന്നെ കട്ട് ചെയ്തില്ല, ഒരു ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചായ ഇട്ടു. ഞാൻ ചായ കുടിക്കുന്ന സമയത്താണ് ചേച്ചി ഫോൺ ചെയ്തു. നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ഒത്തിരി നാളായി. സോ വാ, നമുക്കിന്ന് എല്ലാവർക്കും അമ്മയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. മോന് കുറച്ച് വർക്കുള്ളത് കാരണം അവൻ വന്നില്ല. പിന്നെ അവന് കഴിക്കാൻ ഞാനെന്തോ കാട്ടിക്കൂട്ടിയിട്ട് ഞാനും മോളും കൂടെ പോയി. ഇതാ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുക എന്ത് രസമെന്നറിയാമോ. ഊഞ്ഞാലിൽ രാവിലത്തെ കിളികളുടെ സൗണ്ടും കേട്ട് കുറച്ച് നേരം ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ചേട്ടനുമായിട്ടിരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറയും. ഇന്ന് തനിച്ചാണ്. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളവിടെ എത്തി. ഉച്ചയല്ല, ഇന്ന് നേരത്തെ എത്തി. കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം അമ്മ എന്നാണ് ചെയ്തത്, ഞങ്ങളൊന്നും ചെയ്തില്ല. അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാനും ചേച്ചിയും കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ കളിതമാശകളൊക്കെ അങ്ങനെ പറഞ്ഞു. അവൾക്കിപ്പോഴാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറാണ്. പിന്നെ വൈകുന്നേരമായി. ഓരോ ചായയും കുടിച്ച് കളിതമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ പിള്ളേർക്ക് ഡാൻസ് റീൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവരുടെ കോസ്റ്റ്യൂമൊന്നും ശരിയില്ല, നന്നായിട്ട് വേർത്ത് വീട്ടിലൊക്കെ നിൽക്കുന്ന അതേ കോസ്റ്റ്യൂമോടെ നിൽക്കുന്ന കാരണം ഇത് വേണ്ട, ഇന്നൊരു ദിവസത്തേക്ക് ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവരുടെ ഡാൻസ് കണ്ട് നമ്മൾ രണ്ടുപേരും വെറുതെ സ്റ്റെപ്പ് വെച്ചപ്പോൾ ഇനി അമ്മയും വല്യമ്മയൊക്കെ കളിക്കുമെന്ന് മോളും അവിടെ ചേച്ചിയുടെ മോളും ഒക്കെ പറഞ്ഞു. അങ്ങനെ പിള്ളേർ തന്നെ നമുക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരവരുടെ എനർജി വേസ്റ്റ് ആക്കിയത് തന്നെ മിച്ചം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ ഫോർ നൗ. ഓക്കേ, ഒരു മിനിറ്റ് നീ ആൺ ചെയ്യേ.